ഹായ്, നമസ്കാരം പ്രിയരെ. ഇന്നത്തെ സബ്ജക്റ്റ് വളരെ രസകരമായിട്ടുള്ള സബ്ജക്റ്റാണ്, ഉപകാരപ്പെടുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. എനിവേ, എല്ല് വരും, പിന്നെ എല്ല് പോവും, പിന്നെ ഈ വരും, ഒപ്പം ക്യാഷും വരും. ഇതെന്താ സംഭവം? നല്ല ഐഡിയ കിട്ടിയാ? അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. ചിലർക്കൊക്കെ അറിയാം, എന്നാൽ അറിയാത്തവരുണ്ടാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതൊരു കണക്ടിവിറ്റിയിൽ പോവുള്ളൂ. എനിവേ, കുറേ ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാതിരിക്കുന്നതിൻ്റെ കാരണം ഈ എല്ല് വരാത്തോണ്ടും ഇനിയുള്ള എല്ല് പോകാത്തോണ്ടും ഈയെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ്. എനിവേ, ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ, രക്ഷപ്പെട്ട ആളുകളൊക്കെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരും അതിനുവേണ്ടി പരിശ്രമിച്ചവരും മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. ചക്ക വീണ മുയൽ ചാവലൊന്നും എല്ലായ്പ്പോഴും നടക്കാറില്ല, എല്ലാവരിലും ഉണ്ടാവാറുമില്ല. അപ്പോൾ ഏതൊരു മേഖലയിലും വിജയിക്കാൻ അറിവ് വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ സ്റ്റക്കായി നിൽക്കും, അതും അറിയാം, ഇല്ലേ? അപ്പോൾ ആദ്യത്തെ എല്ല് വരും എന്ന് പറഞ്ഞാൽ എന്താ? വീഡിയോ നീട്ടി കൊണ്ടുപോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞ അവസാനം കുറച്ച് തിരക്കുണ്ട് പോകാൻ, ഒരു വഴിക്ക് ഇറങ്ങാനായിട്ട് ധൃതിയിലാണ്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇന്നത്തെ വീഡിയോ ഇടുന്നുള്ളൂ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട, വേഗം കണ്ടോളൂ കേട്ടോ. അപ്പം എന്താ പറഞ്ഞേ? ആദ്യത്തെ എല്ലാം എന്താന്ന് വളച്ചു കെട്ടില്ലാതെ പറയാം. ഏതൊരു മേഖലയിലും വിജയിക്കാൻ അറിവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. ലേണിങ്സ്, അതാണ് ആദ്യത്തെ എല്ല്. അതിപ്പോൾ ഡോക്ടർ ആവാനായിക്കോട്ടെ, വക്കീലാവാനായിക്കോട്ടെ, എഞ്ചിനീയർ ആവാനായിക്കോട്ടെ, ഏതൊരു മേഖലയിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, കച്ചവടം ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, അതിനൊക്കെ ആ മേഖലയെക്കുറിച്ചുള്ളൊരു അറിവ് ആവശ്യമുണ്ട്. അപ്പോൾ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള പലതരം ക്ലാസ്സുകൾ, കോഴ്സുകൾ, സെമിനാറുകൾ, പ്രോഗ്രാമുകൾ ഒക്കെ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ കിട്ടുന്നുണ്ടാവും. അതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ മേഖലയെക്കുറിച്ചുള്ള അറിവും നോളജും വിശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴേ അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും വിജയിക്കാനൊക്കെ പറ്റുള്ളൂ. സാധാരണ നമുക്ക് സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് കൂടാതെ പേരൻസിന് മന്ത്ലി ക്ലാസ്സുകളുണ്ട്, ഇല്ലേ? ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള ഗ്യാതറിങ്ങുകൾ നടത്തുന്നുണ്ട്. എവിടെയും കൂടിച്ചേരലുകളും ചർച്ചകളും ഈ സെമിനാറുകളും ഒക്കെ ആ മേഖലയെ വളർത്താൻ ആവശ്യമാണ്. നിരന്തരം അതിനെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ പ്ലാനുകൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണ്, എന്താണ് അവർ ടീമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് ഓരോ വ്യക്തികൾ എന്തൊക്കെ ചെയ്യണം, ഓരോ ടീം വൈസ് എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ചർച്ചകളിൽ നടക്കുന്നുണ്ട്. പേരൻസിൻ്റെ ഉത്തരവാദിത്തം എന്താണ്, കുട്ടികളുടെ ഡ്യൂട്ടി എന്താണ്, ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ ഓഫീസുകളിലെ മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ്, സ്റ്റാഫ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ തരത്തിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഗ്യാതറിങ്ങും ഒക്കെ ഉണ്ടാവും. അതാണ് ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിജയിക്കുന്നത്. അപ്പം അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ എല്ല് വരും എന്ന് പറഞ്ഞാൽ ആ എല്ല് ലേണിങ്സാണ്. അതിന് നമ്മൾ സ്വയം സമയം ചെലവാക്കി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ പഠിക്കാനും പ്രവർത്തിക്കാനൊക്കെ തയ്യാറാവും. ഓക്കെ, അങ്ങനെ അറിവുണ്ടാക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏതൊരു മേഖല എടുത്താലും ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ. ഇപ്പോൾ സിമ്പിളായി പറഞ്ഞ വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവരെ സംബന്ധിച്ചും വരുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടല്ല ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ കണ്ടാൽ പഠിക്കുന്നു. മറ്റത് അമ്മായിയമ്മമാരിൽ നിന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ട മാതാപിതാക്കളിൽ നിന്നൊക്കെ പഠിച്ചെത്തുന്ന ആളുകളൊക്കെയാണ്, അല്ലേ? തുടക്കത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്ന ആളുകൾ ചിന്തിച്ചാൽ മതി തുടക്കത്തിൽ എന്തായിരുന്നു അവസ്ഥ, അല്ലേ? ഇപ്പൊ പുലികളായിണ്ടാവും. അപ്പൊ തുടക്കത്തിൽ എല്ലായിടത്തും പരാജയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ജീവിതത്തിന്റെ ഏതൊരു മേഖല എടുത്താലും സമസ്ത മേഖലകളിലും അതൊക്കെ സംഭവിക്കും. ഈ ചക്ക വീണ് മുതൽ രാവിലൊക്കെ അപൂർവം നടക്കുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും അത് ഉണ്ടാവാറൊന്നുമില്ല. ഏതൊരു വ്യക്തിയെ നോക്കിയാലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ അവർക്ക് അതിൻ്റെതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അവരുടെ ജീവിതകഥയിലൊക്കെയാണ് അവർ പറയുള്ളൂ, അല്ലെങ്കിൽ ചില ഇന്റർവ്യൂവിലൊക്കെ പറയണേക്കാം. അപ്പോൾ ഏതൊരു മേഖലയിലും നോളജ് ഉണ്ടാക്കൽ അത്യാവശ്യമാണ്, അറിവുണ്ടാക്കൽ. അപ്പോൾ ആദ്യം വേണ്ടത് ലേണിങ്സാണ്. ലേൺ ചെയ്താലേ എന്തുണ്ടാവുള്ളൂ? അറിവും വിശ്വാസവും കോൺഫിഡൻസും
ഒക്കെ കിട്ടുള്ളൂ. അപ്പോഴേ നമുക്കത് പ്രവർത്തിക്കാനുള്ളൊരു ഊർജ്ജം കിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ആദ്യം എല്ല് വന്നു, ഇനി എല്ല് പോവും. ലേണിങ്സ് എന്നുള്ളതിലത്തെ എല്ലിനൊന്ന് മാറ്റി വെച്ച് നോക്കിയേ. ആ എല്ല് പോവും. കാരണം അറിവ് വിശ്വാസം നമുക്ക് വന്നു. ഇനി അറിവ് വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുക? ഏണിങ്സ് വരും. ഏണിങ്സ് വരുമ്പോഴാണല്ലോ ഈ ക്യാഷ് വരുന്നത്, അല്ലേ? ആദ്യം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ല് വരും ലേൺ ചെയ്യുമ്പോൾ. പിന്നെ എന്ത് ചെയ്യും? ഈ അറിവ് വെച്ച് അത് കൈപ്പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ചിലരത് കൈപ്പിടിച്ചിരിക്കും. ആ എല്ലിനെ മാറ്റി വെച്ച് അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏണിങ്സ് വരും. ഏണിങ്സ് വരുമ്പോൾ അതിൻ്റെ കൂടെ നേട്ടങ്ങളുടെ കൂടെ ക്യാഷും അംഗീകാരങ്ങളും അച്ചീവ്മെൻറ്റും ജീവിതത്തിലെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് ആളുകൾ മാറും. അപ്പോൾ ആദ്യം തയ്യാറാവേണ്ടത് ഏതൊരു മേഖല തുടങ്ങിയാലും അത് കൃത്യമായിട്ട് പഠിക്കുക. അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക. മാനേജർ ആവാം, ബോസ് ആവാം, കമ്പനിയുമായി ബന്ധപ്പെടുത്തുന്ന മറ്റാളുകളാവാം, അതല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും അതിനെ അനുബന്ധിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന ആളുകളുണ്ടാവും. അവർ പറയുന്നത് കേൾക്കുക, അതിനെ പിന്തുടരുക എന്നേ അതിൽ വഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് എല്ല് ഉണ്ടാക്കി പിന്നെ എല്ല് വേണ്ടെന്ന് വെച്ച് ഈയെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ക്യാഷ് ഉണ്ടാക്കിയിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും. അത് തന്നെയാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓരോരുത്തരും ഏറ്റെടുത്താൽ അവരൊക്കെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു മേഖലയിലും അവരാണ് ശോഭിക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ ആ മേഖലയെക്കുറിച്ചുള്ള നോളജ് ഉണ്ടാക്കുക, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ആളുകളൊക്കെ ചാനൽ സബ് ചെയ്ത് കൂടെ മറക്കണ്ട. അതുപോലെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. കൂടുതൽ വീഡിയോസ് ചാനലിൽ കിടക്കുന്നുണ്ട്, പല കണ്ടന്റുകളായിട്ട് അതൊക്കെ ഒന്ന് കാണുക. വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ആ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും കിട്ടാനും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനൊക്കെ സൗകര്യപ്പെടും. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വിജയിക്കാനും ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഉള്ള ഒരു ലൈഫ് കണ്ടെത്താനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.